കൊച്ചി നെട്ടൂരിൽ +1 വിദ്യാർത്ഥിനി കായലിൽ വീണു എന്ന വാർത്തയാണ്. മാലിന്യം കളയാനായി കായൽക്കരയിലേക്ക് പോയ 16 വയസ്സുകാരി ഫിദയാണ് വീണത്. കുട്ടിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ലേബി സജീന്ദ്രൻ സ്ഥലത്തുണ്ട്. ലേബി, 1.5 മണിക്കൂറായി കഴിഞ്ഞു. പ്രതീക്ഷ അസ്തമിക്കുകയാണോ ലേബി? ഡോക്ടർ അരുൺ, വളരെ ദുഃഖകരമായ സംഭവം തന്നെയാണ്. രാവിലെ ഈ ഭാഗത്താണ് കുട്ടി മാലിന്യം കളയുന്നതിനായി ഇങ്ങോട്ട് എത്തിയത്, ഈ പുഴക്കരയിലേക്ക്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വളരെയേറെ ചെളിയുള്ള ഭാഗമാണ്. ഇവിടേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ചെടിയിൽ പൂണ്ടുപോവുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഉമ്മ എത്തി രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവരും ചെളിയിലേക്ക് ആണ്ടുപോയി. ഉടനെ തന്നെ പിന്നാലെ വന്ന പിതാവ് ബഹളം വെച്ച് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടിയപ്പോഴേക്കും കുട്ടി ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പ്രദേശവാസികളെല്ലാം അപ്പോൾ തന്നെ എത്തി പോലീസിന് വിവരം അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും എത്തി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. ഏതായാലും വളരെ ദുഃഖകരമായ സംഭവം. മലപ്പുറം സ്വദേശിയായ ഫിറോസിന്റെ മകൾ ഫിദയാണ് മരിച്ചത്. ഇവിടെ പനങ്ങാട് സ്കൂളിൽ +1 പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഈ സംഭവം ഇവിടെ അപ്പോൾ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ടെത്തി തെരച്ചിൽ ആരംഭിച്ചു. പിന്നാലെ പോലീസും ഫയർഫോഴ്സും എത്തി. ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലറും നാട്ടുകാരുമെല്ലാം നമുക്കൊപ്പമുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചത്? കുട്ടിയും അതിന്റെ ഉമ്മയും കൂടി ഫുഡ് വേസ്റ്റ് എന്തോ കളയാൻ വേണ്ടി വന്നാണ് ഇങ്ങോട്ട്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ചും കൂടി പുഴയിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇവിടെ കിടക്കണ്ടെന്ന് കരുതിയത് കളയാൻ വേണ്ടി വന്നാണെന്ന് അറിയുന്നത്. ഇവിടെ തുടർന്നാണ് ഉമ്മയൊക്കെ ഇറങ്ങി, വാപ്പയൊക്കെ ഇറങ്ങി. രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ ആ സമയം നടന്ന ഒരു 15 മിനിറ്റിനുള്ളിൽ ഇവിടെ വന്നു. രാവിലെ ഒരു 6:30 മണിയോടുകൂടിയാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പോൾ ഇവിടുന്ന് പ്രദേശവാസികൾ എന്നെ വിളിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ വന്നു. അപ്പോൾ SI എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവം കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന സ്ഥലത്താണ്, അങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. ആ സമയം മുതൽ തെരച്ചിൽ നടത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കിയപ്പോൾ ഈ കുട്ടി ഇറങ്ങി പോകുമെന്ന് പറയുന്ന വേസ്റ്റ് കളയാൻ വേണ്ടിയാണ് ഇറങ്ങി പോകുന്നത്. പക്ഷെ ആ വക്കറ്റ് കരയിൽ ഇരിപ്പുണ്ടോ, കുട്ടി വീണതായിട്ട് മാതാപിതാക്കൾ രണ്ടുപേരും കണ്ടതായിട്ടും പറയുന്നുണ്ട്. ഇപ്പൊ പോലീസ് പറഞ്ഞു അപ്പുറത്തെ സൈഡിലുള്ള നിഷ എന്ന് പറയുന്ന വീട്ടമ്മ കണ്ടു എന്ന് പോലീസും പറയുന്നുണ്ട്. ഇപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ തിരച്ചിലിന് ആ സമയം നേതൃത്വം കൊടുക്കുക ചെയ്ത നാട്ടുകാരൻ റിബിൻ കൂടെ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് റിബിൻ ഉണ്ടായത്? ഞാൻ ഇവിടെ കിടന്നുറങ്ങണമായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ട് ഓടി വന്ന സൗണ്ട് കേട്ട് വരുമ്പോൾ വെള്ളത്തിൽ കണ്ടെന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ വെള്ളത്തിൽ കിടക്കണ്ടായിരുന്നു, നോക്കി അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ ചാടി ഇറങ്ങി നോക്കിയൊന്നും കണ്ടൊന്നുമില്ല. കുറേ സമയം തെരച്ചിൽ നടത്തി. കുറച്ച് ദൂരം പോയി, ഇവിടെ നിന്ന് ഒരു 200 മീറ്ററോളം പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം പോയി. ഡോക്ടർ അരുൺ, എനിക്ക് തോന്നുന്നു വളരെയേറെ ഈ നെട്ടൂർ ഭാഗം ഈ കനാലിന് ചുറ്റും വളരെ ചെളി നിറഞ്ഞ ഭാഗമാണ്. ഇവിടേക്ക് ഈ ഭാഗത്തുള്ളവർ ഈ മാലിന്യം കളയാനൊക്കെ ഇങ്ങോട്ട് രാവിലെ വരുന്നതാണെന്ന് പറയുന്നു. ഇവർ 1 മാസം മുൻപാണ് ഇവിടെ വന്ന് താമസമാക്കിയത്. മലപ്പുറം സ്വദേശികളാണ്. 3 പെൺകുട്ടികളുണ്ട്. അതിൽ മൂത്തയാളാണ് ഫിദ. രാവിലെ ഇങ്ങോട്ട് എത്തി ഫുഡ് വേസ്റ്റ് കളയാനായി ഈ ഭാഗത്തേക്ക് ഇറങ്ങി. ഈ ചെളിയിൽ പെട്ടെന്ന് പൂണ്ടുപോയപ്പോഴേക്കും ഉമ്മ പുറകിലെത്തി. ഉമ്മ രക്ഷിക്കാൻ ശ്രമിച്ചു. ഉമ്മയും ചെളിയിൽ തെരച്ചിൽ നടത്തുന്നത് ആരാണ്? ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. ഇവിടെ മുങ്ങൽ വിദഗ്ധരെത്തി തിരച്ചിൽ രാവിലെ 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചതാണ്. പക്ഷേ ഇതുവരെയും തെളിവ് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇതിൽ നല്ല അടിയൊഴുക്കുള്ള ഭാഗം ഉണ്ട്. ഇത് നല്ല അടിയൊഴുക്കുള്ള ഭാഗം. ഇത് ഈ ഭാഗം ഇവിടെ നിന്ന് ഒഴുകി കായലിലേക്ക് ചേരുന്ന ഭാഗമാണ്. ഇത് നെട്ടൂരിന്റെ ഈ കൈവഴിയാണ്. ഇത് കൊച്ചി കായലിലേക്ക് ചേരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നെട്ടൂരിന്റെ ഈ ഭാഗം വളരെയേറെ കായലല്ല, ഇത് വലിയ കനാലാണ്. ഈ ഒരു വലിയ കനാൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗം നേരെ ചെന്ന് ഈ കായലിലേക്ക് ഒഴുകി എത്തുന്നത് കൊണ്ട് തന്നെ വലിയ അടിയൊഴുക്കുണ്ട് ഇവിടെ. ഈ മുകൾ നിരപ്പിൽ നമ്മൾ കാണുന്ന മട്ടല്ല ഇത്. വളരെ ആഴവുമുണ്ട്, അതുപോലെ തന്നെ അടിയൊഴുക്കും ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ ഇപ്പോൾ ദുഷ്കരമായിരിക്കുന്നത്. നാട്ടുകാരെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ചെളിയിലൂടെ അധിക ദൂരം മുന്നോട്ട് പോകാനായില്ല. പിന്നീടാണ് ഫയർഫോഴ്സ് എത്തി ഇവിടെ തിരച്ചിൽ ആരംഭിക്കുന്നത്. എങ്കിലും ഇതുവരെ സൂചനയൊന്നും കിട്ടിയിട്ടില്ല. ഈ ഭാഗത്ത് ചെളിയിൽ പൂണ്ടതാണോ എന്നറിയാൻ ഈ ഭാഗത്തെല്ലാം ഇതിന്റെ തീരത്തെല്ലാം തിരച്ചിൽ നടത്തിയിരുന്നു, എന്നാൽ കിട്ടിയില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ കുറച്ച് ദൂരഭാഗത്തേക്ക് തന്നെ ഒഴുകി പോകാൻ സാധ്യതയുള്ള ഭാഗത്തും ഇപ്പോൾ നീന്തൽ കുട്ടിക്ക് വശമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. നമ്മൾ ഇപ്പോൾ വീട്ടിൽ ചെന്നിരുന്നു. പിതാവിന് ഈ സംഭവത്തെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും വളരെ ദുഃഖകരമായ അന്തരീക്ഷമാണ് വീട്ടിലും. ഈ കുട്ടിക്ക് നീന്തൽ വശമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അപകടം സംഭവിക്കും എന്നുള്ള സൂചന വീട്ടുകാർക്കും ഉണ്ടായിരുന്നില്ല. കാര്യം ഈ കുട്ടി പതിവായി ഇവിടെ വന്ന് ഈ ഫുഡ് വേസ്റ്റ് കളയുന്നുണ്ടാവണം. അതുകൊണ്ട് തന്നെ ആണ് ഈ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തി ഈ ഫുഡ് വേസ്റ്റ് പുഴയിലേക്ക് കളയാനെത്തിയത്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ ഈ
കുട്ടിക്ക് കാല് കഴുകാനോ മറ്റോ തോന്നിക്കാണും. ഈ കുട്ടി താഴേക്ക് ഇറങ്ങിക്കാണും. ഇറങ്ങിയപ്പോൾ ഈ ചെളി ആ കരയോട് ചേർന്ന് വലിയ ആഴമാണോ അവിടെ ഉള്ളത് കണ്ട് പുറകെ വന്ന തീർച്ചയായും ഇപ്പോൾ നമ്മൾക്ക് ഇതിന്റെ തീരങ്ങളിൽ കാണാം. ഈ തീരഭാഗത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ മുതൽ അങ്ങോട്ട് മുഴുവൻ ചെളിയാണ്. ഈ കൽക്കെട്ട്, നമ്മൾ നിൽക്കുന്ന കൽക്കെട്ടിൽ മാത്രമാണ് സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്ന ഇടം. ബാക്കി ഭാഗം എല്ലാം ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. ഈ വെള്ളം തുടങ്ങുന്ന ഭാഗം ശ്രദ്ധിക്കുക. അവിടെയെല്ലാം നമ്മൾ ഇവിടുന്ന് ചെളി അങ്ങ് പുതഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ചവിട്ടിയാൽ തന്നെ അങ്ങ് താഴ്ന്ന് വെള്ളത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ കുട്ടിക്ക് ഇത് എത്രത്തോളം പരിസരം പരിചിതമല്ല. ഇവിടെ വന്ന് താമസമാക്കിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്റെ ഒരു സംശയം, ആ പുഴയുടെ കരയിൽ നിന്ന് ആ പുഴയിലേക്ക് ഇറങ്ങിയാൽ ചെളിയിൽ പൂണ്ട് പോയതാണെങ്കിൽ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ ചെളിയിൽ പൂണ്ട് പോയതല്ല, അങ്ങനെയാണെങ്കിൽ ഒഴുക്കിൽ വീണതാവും. ഒഴുക്കിൽ വീണാൽ എത്ര ദൂരം കൊണ്ട് താഴെ ആ കായലിലേക്ക് പോകും? അങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കിയാൽ കണ്ടുകിട്ടേണ്ടതല്ലേ? തീർച്ചയായും ഇവിടെ നിന്ന് ഈ ചെളിയിൽ പൂണ്ടതാണെങ്കിൽ സ്വാഭാവികമായും ആ സമയത്ത് നാട്ടുകാരെല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. അപ്പോൾ കിട്ടേണ്ടതായിരുന്നു. നമ്മളോട് നേരത്തെ സംസാരിച്ച റിബിൻ ഉൾപ്പെടെയുള്ളവർ, ഇവിടെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും എത്തിയ ആ സമയത്ത് തിരച്ചിലിന് നേതൃത്വം കൊടുത്തതാണ്. പക്ഷേ അപ്പോൾ കണ്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ചെളിയിൽ പൂണ്ടതാവാൻ വഴിയില്ല. അടിയിലേക്ക് ഉള്ളൊഴുക്കിലേക്ക് പോയിട്ടുണ്ടാവാം. ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു ദൂരം പോയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം ഇവിടെ സംശയമുണ്ട്. ഈ ഭാഗത്ത് തന്നെ ഉണ്ടോ എന്നറിയാനാണ് ഈ ഭാഗം കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ് ഇതുവരെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് കുറച്ചുകൂടി അപ്പുറത്തേക്ക്, പാലത്തിന്റെ ഭാഗത്തേക്ക് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി നോക്കാൻ ആ ഭാഗത്തേക്കും ഇപ്പോൾ പോലീസ് തിരിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായ സംഭവം തന്നെയാണ് കൊച്ചി നെട്ടൂരിൽ രാവിലെ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, രാവിലെ 6 കൂടിയാണ് ഇങ്ങോട്ട് ഈ ഫുഡ് വേസ്റ്റ് ഇടാനായി കുട്ടി വീട്ടിൽ നിന്ന് വന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന്റെ ഭാഗത്തേക്ക് തൊട്ട് ഈ കായലിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അവിടെ നിന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായി ഈ ഫുഡ് വേസ്റ്റ് കളയുന്നതിനാണ് ഈ കുട്ടി ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ഇവരിവിടെ വന്ന് താമസിച്ചത് മുതൽ ചെയ്യുന്നൊരു പ്രവൃത്തിയാകാം. അതുകൊണ്ടാണ് വീട്ടുകാർക്കും ആശങ്കയില്ലാതിരുന്നത്. കുട്ടിക്ക് നീന്തൽ വശമില്ലാതിരുന്നിട്ടും കുട്ടിയെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം വരും. എങ്കിലും എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് തിരച്ചിൽ സംഘം അപര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഇത്തരത്തിൽ ഈ ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടുകിട്ടാനായില്ല എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരത്തേക്ക് അടിയൊഴുക്കിലൂടെ പോയിട്ടുണ്ടാവാം. അത്രത്തോളം ഒന്നും തെരച്ചിൽ ഇവിടെ നടക്കുന്നില്ല. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ആവശ്യം ഇവിടെ രക്ഷാദൗത്യത്തിന് എത്തേണ്ടതുണ്ടോ എന്നൊന്ന് ചോദിക്കൂ. ഈ രക്ഷാപ്രവർത്തനം മതിയെന്ന് തോന്നുന്നുണ്ടോ? കുറച്ചുകൂടി രക്ഷാപ്രവർത്തകർ എത്രയോ അത് പോലീസ് അത് അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പോലീസ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ കൗൺസിലർ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി രക്ഷാപ്രവർത്തകരുടെ ആവശ്യമുണ്ടോ? മൂവാറ്റുപുഴ സ്കൂബ ഡൈവേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. SI സംസാരിച്ചിട്ട് അവരെ കൊണ്ടുവരാന്ന് പറഞ്ഞേക്കാൻ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്കൂബ ഡൈവേഴ്സിനെ കൂടി ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നു. ഇപ്പൊ സംഭവം 6:30 നടന്നാണ്. ഇത്രയും സമയമായി. എന്നിട്ട് ഈ ഭാഗം കേന്ദ്രീകരിച്ചാണല്ലോ നടക്കുന്നത്. പക്ഷേ നല്ല ഉള്ളൊഴുക്കുണ്ട്. അപ്പോൾ ഒഴുകിൽ പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കുറച്ചുകൂടി ദൂരെയൊക്കെ തെരച്ചിൽ നടത്തേണ്ടതല്ലേ? അതെ, ഇപ്പൊ നിലവിലൊരു സ്കൂബ ഡൈവേഴ്സ് രാവിലെ 7 മണിയായപ്പോൾ തന്നെ അവർ പ്രവർത്തനം തുടങ്ങി. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെല്ലാം മഞ്ചിയായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്തും തെരച്ചിലുകൾ നടക്കുന്നുണ്ട്. കൂടുതൽ കുറച്ചും കൂടി ആക്കാൻ വേണ്ടി മൂവാറ്റുപുഴ എന്നുള്ള ആളുകളെ കൂടി കൊണ്ടുവരാൻ വേണ്ടി SI ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് മാത്രമാണല്ലോ ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഫയർഫോഴ്സ് യൂണിറ്റ് വേണ്ടതല്ലേ? ഈ ഭാഗം കേന്ദ്രീകരിച്ച് മാത്രം തെരച്ചിൽ നടത്താനുള്ള സന്നാഹം മാത്രമല്ലേ ഇവിടെയുള്ളൂ? കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കൂടുതൽ ഫയർഫോഴ്സിനെ ഇപ്പോൾ വിളിക്കുകയില്ലേ? തീർച്ചയായിട്ടും പോലീസുമായി കാര്യം തീർച്ചയായും ഡോക്ടർ അരുൺ സ്കൂബ സംഘത്തെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സിന്റെ യൂണിറ്റിനെയും ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ജനപ്രതിനിധി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായും മലപ്പുറത്തുനിന്ന് വന്ന് താമസിച്ച കുടുംബമാണ് ഫിദയുടേത്. ഇന്ന് രാവിലെ പുഴയിൽ മാലിന്യം കളയാൻ പോയതാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പറയുമ്പോഴോ വാർത്ത പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ മാലിന്യം കളയുന്നത് കിടക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ആ കുട്ടി നിർഭാഗ്യവശാൽ ആ പുഴയുടെ ഒഴുക്കിൽ പെടുകയായിരുന്നു. കുട്ടിയെ തെരയുകയാണ്. മണിക്കൂർ ഇപ്പോൾ 3 കഴിഞ്ഞിരിക്കുന്നു. കുട്ടിയെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. കുട്ടി ആദ്യം വീഴുന്നത് വീട്ടുകാർ കണ്ടെങ്കിലും ആൾക്കാരൊക്കെ എത്തുമ്പോഴേക്കും കുട്ടി താഴേക്ക് പോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ അടിയൊഴുക്ക് കൂടുതലുള്ള പുഴയാണ്. നെട്ടൂർ കായലിലേക്ക് ചേരുന്ന പുഴയിലാണ് ഈ കുട്ടി ഇപ്പോൾ വീണിരിക്കുന്നത്. 3 മണിക്കൂറായി അന്വേഷണം തുടരുകയാണ്. തെരച്ചിൽ ഇപ്പോൾ 1 കിലോമീറ്റർ കൂടി പോയാൽ കായലാണ്. ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത്. സ്കൂബ സംഘം അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തും. ഒരു യൂണിറ്റ് കൂടി ഒരുപക്ഷെ ഫയർഫോഴ്സ് അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തും എന്നാണ് കൗൺസിലർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.